എം.എൽ.എ. കെ രാമേന്ദ്രൻ നായരുടെ നിര്യാണത്തോടെ ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരത്തിലൂടെയായിരുന്നു 7000-ലധികം വോട്ടുകൾക്ക് LDF കെ രാമേന്ദ്രനുടെ മണ്ഡലം പിടിച്ചെടുത്തത്. BJP സ്ഥാനാർത്ഥിയായിരുന്ന PS ശ്രീധരൻപിള്ളയ്ക്ക് ലഭിച്ച വോട്ടിന്റെ വർധനവ് മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണായകമാക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാവുമെന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. എം.എൽ.എ. കെ രാമേന്ദ്രൻ നായരുടെ മരണത്തോടെ ഉപതെരഞ്ഞെടുപ്പിനായി കളമൊരുങ്ങിയിരിക്കുകയാണ് ചെങ്ങന്നൂർ. വരും ദിവസങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ചർച്ചകൾ കൊണ്ട് രാഷ്ട്രീയ രംഗം സജീവമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരത്തിന്റെ സാധ്യതകൾ തെളിയിച്ച മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാവും എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. കെ രാമേന്ദ്രൻ നായരോടേറ്റ പരാജയത്തിന്റെ കൈപ്പറഞ്ഞ PC വിഷ്ണുനാഥ് വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. 2 തവണ ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിച്ച പരിചയസമ്പത്താണ് വിഷ്ണുനാഥിനുള്ളത്. CPIM സമ്മേളനത്തിരക്കായതിനാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സൂചന വ്യക്തമായിട്ടില്ല. വിഷ്ണുനാഥനോട് മത്സരിച്ച് പരാജയപ്പെട്ട ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ വീണ്ടും ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വോട്ടിംഗ് ഷെയർ ഗണ്യമായി വർദ്ധിപ്പിച്ച അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാവും BJP സ്ഥാനാർത്ഥിയാവുക. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാവും എന്നതിനാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും LDF പ്രതീക്ഷിക്കില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കൂടിയാവും ചെങ്ങന്നൂരിലേത്. മാണിയും ജനതാദളും UDF വിട്ട സാഹചര്യം LDFന് ഗുണമായേക്കും. തെരഞ്ഞെടുപ്പ് ഫലം രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ പോലും ബാധിച്ചേക്കുമെന്നതിനാൽ വിജയലക്ഷ്യമാണ് UDFും പ്രതീക്ഷിക്കുന്നത്. അഭിമാന പോരാട്ടത്തിനായാവും BJPയും രംഗത്തിറങ്ങുക. വെൺമൺ സ്വദേശി കൂടിയായ ശ്രീധരൻപിള്ള ഇരുമുന്നണികൾക്കും ഭീഷണിയാവും. ആർക്കും കൈപ്പിടിയിൽ ഒതുക്കാനാവാത്ത ചെങ്ങന്നൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വിജയം കൈവരിക്കാൻ മുന്നണികൾക്ക് കടമ്പകൾ ഏറെയാണ്. ശ്യാമപ്രസാദ് ഉത്തമൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.